എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസായിട്ട് 4 സിനിമകളെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസായിട്ട് തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ റായൻ. ധനുഷ് സംവിധാനം ചെയ്ത നായകനായി ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസായിട്ട് തമിഴിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ റായൻ. എങ്ങും പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയ സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ റായൻ എന്ന സിനിമ 1,03,00,000 ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ രണ്ടാം ദിവസമായി ശനിയാഴ്ച ചിത്രം 90 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ചിത്രത്തിന്റെ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 1,17,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി 3 ദിവസങ്ങൾ കൊണ്ട് റായൻ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3,10,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ തമിഴ്നാട് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ മൂന്നാം ദിവസമായി ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 14 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി റായൻ എന്ന സിനിമ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 3 ദിവസങ്ങൾ കൊണ്ട് 37 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ റായൻ എന്ന സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 76 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി ഇപ്പോഴും മുന്നേറുന്ന സിനിമയുടെ മികച്ച ഹോൾഡുമായി ഇപ്പോഴും മുന്നേറുന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കും. അടുത്ത സിനിമ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ലാലേട്ടന്റെ സിനിമയാണല്ലോ ദേവദൂതൻ. സിബി മലന്റെ സംവിധാനത്തിൽ വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി 2000 തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ ദേവദൂതൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ഇപ്പുറം ചിത്രം വീണ്ടും റിലീസ് എത്തുമ്പോൾ ചിത്രത്തിന് മികച്ചൊരു അഭിപ്രായങ്ങളും മികച്ചൊരു വരവേൽപ്പാണ് കിട്ടിയിരിക്കുന്നത്. നിലവിൽ 3 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ദേവദൂതൻ എന്ന സിനിമയുടെ മൂന്നാം ദിവസമായി ഇന്നലത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 70 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 1,23,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1,75,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ 1.5 കോടി ബഡ്ജറ്റിൽ 4K റീമാസ്റ്റർ പതിപ്പിൽ തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ ദേവദൂതൻ എന്ന സിനിമ ബോക്സ് ഓഫീസിൽ വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ ആസിഫ് അലിയുടെ സൈക്കോളജിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ലെവൽ ക്രോസ്. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ 3 ദിവസത്തെ കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ചിത്രം 3 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 90 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 3 ദിവസത്തെ ഓവർസീസ് GCC കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 38 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കളക്ഷൻ വന്നിരിക്കുന്നത്. അങ്ങനെ ലെവൽ ക്രോസ് എന്ന സിനിമ 3 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 1,28,00,000 രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനെ അത് കാണാൻ സാധിക്കുന്നില്ല. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിന്റെ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പഞ്ചായത്ത് ജെട്ടി. നമ്മുടെ മറിമായൻ ടീമിന്റെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 3 ദിവസങ്ങൾ കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 32 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഈ ഒരു സിനിമയ്ക്കും തിയേറ്ററുകളിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായമാണ് കിട്ടിയിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.